ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ മഹേശ്വരൻ്റെ അച്ഛനാണെങ്കിൽ ഒരു 100 മത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ മത്തിയെല്ലാം കൂടെ ഞാൻ വരഞ്ഞ് കുറച്ച് വറക്കാനും കുറച്ച് കറി വയ്ക്കാനും എടുത്ത് ബാക്കി നമ്മൾ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ ഇതാ മമ്മി ഇവിടെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ്. എന്ന് മമ്മി ഇവിടെ വന്നാലും അച്ഛൻ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഹർ ടു ഡൂ ദിസ് മീൻകറി. എന്ന് വെച്ചാൽ മമ്മി വളരെ സൂപ്പറായിട്ടാണ് മീൻകറി വെക്കുന്നത്. അങ്ങനെ ഒരിക്കലാണ് എൻ്റെ കയ്യിൽ അച്ഛൻ കൊണ്ട് തന്നപ്പോഴത്തേക്ക് സത്യം പറയാലോ, അത് മീൻകറി വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു. രസം പോലെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. ഇതുപോലെ അരപ്പൊക്കെ വരണമെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ മമ്മി ഈസ് വെരി ഗുഡ് അറ്റ് മേക്കിംഗ് മീൻകറി. അത് കഴിഞ്ഞിട്ട് ഇത് ക്യാബേജ് തോരനാണ്. ഇപ്പം അന്ന് ഞാൻ ഇതൊന്നും നോൺ വെജ് കഴിച്ചിരുന്നില്ല. സോ എനിക്ക് വേണ്ടി ക്യാബേജ് തോരനുണ്ടായിരുന്നു. ഇതാണ് ചോറ് ആൻഡ് നമ്മൾ വറുത്തരച്ച മീൻകറി, അതായത് മത്തിക്കറിയും പിന്നെ മത്തി ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഇലയ്ക്കകത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. സോ ഇവിടെ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. കുട്ടികൾ വരാൻ വേണ്ടി ഇവനെ വിളിച്ച് മതിയായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ കഴിക്കുന്നത്. മമ്മി ഈസ് ലൈക്ക് യു, ഇതെന്താ നമുക്കൊക്കെ നമ്മൾ ബാംഗ്ലൂരിലെല്ലാവരും പ്ലേറ്റ് കഴിക്കുമ്പം നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇലയിലൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എവിടെ ചെന്നാലും എനിക്കൊരു പൂച്ചക്കുട്ടിയെ കിട്ടും. ഇവിടെ ഉണ്ടൊരു പൂച്ചക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയുടെ പേരാണ് മണിക്കുട്ടി. മണിക്കുട്ടി എന്നാണ് ഇവിടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അമ്മ ഇട്ട പേരാണ്. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള പൂച്ചയാണ്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ ഇവിടെ നമ്മൾ ഇപ്പം മീനിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഒരു 5-6 പൂച്ചയും കൂടെ വരും അവിടെ. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ ക്ലീൻ ആക്കിയേക്കും. ഇവറ്റങ്ങളുടെ കൂടെ വേറെ സംഭവങ്ങളുണ്ട്. അതായത് കാക്കയുണ്ട്. ഇവിടെ പൂച്ച മാത്രമല്ല, കാക്കയുണ്ട്. അപ്പോൾ എന്ത് വേസ്റ്റ് നമ്മളിട്ടാലും ഇവിടെ നമ്മൾ ബാംഗ്ലൂരിലുള്ള പോലെ അവിടെ വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പറമ്പിൽ തന്നെ നമ്മൾ ഇട്ടാൽ മതി. അവരെല്ലാം അത് ക്ലീൻ ചെയ്തേക്കും. യു വിൽ നോട്ട് ഫൈൻഡ് എനിത്തിങ് ദെയർ. അതേപോലെ ആയിരിക്കും അവർ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാക്കളൊന്നും അടുത്തേക്ക് വരുന്നില്ല. ബിക്കോസ് ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ദേ ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട്. ഇവളിങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വന്ന് എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ പൂച്ച ഉണ്ടെങ്കിലും ഇവർ വരാൻ കുറച്ചൊന്ന് മടിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു, ശരി ഞാനൊന്ന് മാറി നിന്ന് കളയാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇവർ അതിൻ്റെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടു കളയാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ. ഞാൻ പോയെന്ന് ഉറപ്പാക്കുമ്പോൾ അവർ വരും. അപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാം. എൻ്റെ ഫോണങ്ങ് പോയി കഴിഞ്ഞാൽ ദൈവമേ, ഞാൻ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മനങ്ങുന്നില്ലേ. പോകണമെന്ന് കണ്ടോ ഗൈസ്, ഞാൻ അവിടുന്ന് മാറിയെന്ന് കണ്ടപ്പം ഒരാൾ താഴെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അടുത്തേക്ക് പോയാൽ അത് മാറും അവിടുന്ന്. അതെ, നിങ്ങൾക്ക് കാണാം. കണ്ടോ കാണുന്നുണ്ടോ? കണ്ടോ ഇല എടുത്തുകൊണ്ട് പോകുന്ന കണ്ടോ? കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇല വലിച്ചുകൊണ്ട് പോവാം. ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വരാത്തത്. ഞാനൊന്ന് അടുത്തേക്ക് പോയി ഇപ്പം അവിടെ പറന്നു പോകും. അതൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, എന്നെ കണ്ടാൽ ചിലപ്പോൾ പോകും. എല്ലാ ഭാഗത്തേക്കും നോക്കുകയാണ്. എന്നെ കണ്ടോ? ഓഹോ, എൻ്റെ ചുറ്റിനും പോയിട്ടെടുക്കുക. എന്താ മണിക്കുട്ടി, നിനക്ക് ചോറ് തന്നാലും തിന്നില്ലേ? പിന്നെ അതെന്താ, വയസ്സായതുകൊണ്ടാണോ ഒന്നും കഴിക്കാത്ത? കുറേ പേര് പറ്റും കഴിക്കാനും. ചോറ് തിന്നും. എൻ്റെ ശബ്ദം കണ്ടോ? അത്രേ ഉള്ളു. കാക്കേ, അയ്യോ പേടിച്ചു കാക്ക. എടുത്തോണ്ട് പോയി. അതിൻ്റെ സാധനം എടുത്തോണ്ട് പോയി അവിടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. ഓക്കെ. ആരൊക്കെയാ അമ്മയുടെ ഫ്രണ്ട്സ് പറ? ഹർഷ, സുപ്രിയ, കൃഷ്ണന്ദു, ബ്ലസ്സി, രഞ്ജിത. സൗമ്യ, കൃഷ്ണന്ദു. അല്ലല്ല, കറക്റ്റാ. ഞങ്ങള് ഷിമ്മി ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു കാറിൽ പറ്റത്തില്ല. അപ്പം
അപ്പു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി പേര് അതിലും പകുതി പേര് ഇതിലും, അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നത് അവരാണ് കാറിൽ ഫസ്റ്റ് പോകുന്നത്, നമ്മുടെ കാർ ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ഇടിയാണ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു ചിമ്മിനി ഡാമിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കാറിലായിട്ടാണ് പോകുന്നത്, എല്ലാവരും കൂടെ ഒരു കാറിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ മറ്റേ കാറിൽ അമ്മുവും ആദിക്കുട്ടനും നന്ദുവും അച്ചുവും അപ്പുവും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇവർ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞത് വരാൻ. അവർ ഓൾറെഡി ഇവിടെ വന്നത് കൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. അച്ചു ഹാഡ് ബീൻ ഹിയർ. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ നല്ല രസമാണ് കാണാൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി, യൂഷ്വലി എപ്പോഴും എല്ലാവരും പാർക്കിലും മോളിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ശരി പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഈ കാണുന്നത് നേരെ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം ഇറ്റ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. നമ്മൾ അധികം എന്താ പറയുക പൊല്യൂഷനൊന്നുമില്ല, ഫുള്ള് കാടാണ് 2 സൈഡിലും. ആൻഡ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഈ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ അതും നമ്മൾ അടുത്തടുത്ത വീടുകളൊന്നും ഇവിടെ കാണത്തില്ല. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത വീടൊക്കെ കാണുന്നത്. ആൻഡ് ഇത് നല്ല രസമുണ്ട് കാണാൻ, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ആൻഡ് ആ റോഡ് പോകുന്നതായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ മഹേഷ് ഏട്ടൻ വാസ് എൻജോയിങ്. ലൈക്ക് ആള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആഫ്റ്റർ ഈ വണ്ടി എടുത്ത് പഠിച്ച് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്തത് മെയിൻ റോഡ് NH4 ഒന്നും അല്ല. ഞങ്ങൾ പോയത് എങ്ങനെയായിരുന്നു, മറ്റേ സത്യമംഗലം കാട് വഴിയൊക്കെ പോയിട്ടാണ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത്, ആ ഹെയർ പെന്നും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ബിക്കോസ് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഒരു ചിമ്മിനി ഡാമിൽ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ വീട്ടിലൊക്കെ ചില വീടുകളിലൊന്നും ആരും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അവരൊക്കെ അവിടെ നിന്ന് വിട്ട് പോയ ആൾക്കാരാണെന്ന് തോന്നുന്നു, കുടിയേറി പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെ ഉള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഇവർ വരാൻ വേണ്ടിയിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലേസ് വന്നപ്പം ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് യു ക്യാൻ സീ ദറ്റ് മല. എന്ത് രസമാണെന്ന് പറയാം. അവിടെ നിന്ന് തന്നെ നമ്മളൊരു ഉച്ചയല്ല വൈകുന്നേരമായി കാണുമായിരിക്കും, അറൗണ്ട് ഒരു 2 മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ പോകുന്ന സ്ഥലത്ത് അധികം വെയിലൊന്നുമല്ല, ഇറ്റ് ഈസ് ലൈക്ക് ഫുൾ മഞ്ഞ് പിടിച്ച പോലെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മൾ ഈ കാണുന്നത്. ആൻഡ് റോഡായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ്, വലിയ അങ്ങനെ ഒരു ഗട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് സെയിം സ്ട്രെയിറ്റ് റോഡാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വിചാരിച്ചു ദീസ് പീപ്പിൾ ആർ നമ്മുടെ മുന്നിലാണെന്ന്, പക്ഷേ അല്ല, അവർ പെട്രോൾ അടിക്കാൻ കയറിയതുകൊണ്ട് ദേ ആർ ലിറ്റിൽ ബിഹൈൻഡ് അസ്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ദ ബ്യൂട്ടിഫുൾ തൃശ്ശൂരിലുള്ള ചിമ്മിനി ഡാമിലേക്കുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എല്ലാവരും തൃശ്ശൂർ പോവുകയാണെങ്കിൽ യു ഹാവ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ആ മലയുടെ സൈഡൊക്കെ കഴിയുമ്പോൾ വീണ്ടും വി ആർ എൻറ്ററിങ് ഇൻ ടു ദ റബ്ബർ തോട്ടം. 2 സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെ മെജോറിറ്റി ഈ ഒരു സംഭവം കേട്ടോ ഉള്ളത്. ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ലേ ചേട്ടാ? ഏതെങ്കിലും വീട്ടിലായിരിക്കില്ലേ? ബൈ. പശു ആണോ? ചേട്ടാണെങ്കിൽ എന്തിനാ പേടിപ്പിക്കുന്നത്? അവിടെ ഇവിടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, രസമുണ്ട്. ഇതാണ് വെള്ളം. ഇവിടെ തൊട്ട് നിർത്താതെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇവിടെയൊക്കെയാന്ന് തോന്നുന്നു അവൻ നമ്മുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞത്, അച്ചു ഇറങ്ങാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. നമുക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഓക്കോ ഇതാണ്. അകത്തോട്ട് പോവാം നമുക്ക്. പോവാം. ജസ്റ്റ് അവിടെ പോയി അവര് വരട്ടെ. ഇവിടെ നല്ല ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. എത്ര ബട്ടർഫ്ലൈ ആ നോക്ക്. വാവ്, യെല്ലോ കളർ.
നല്ല രസമുണ്ട്. നമ്മളുടെ മേത്തും അടിപൊളി. ഞാൻ ഈ ചിത്രശലഭത്തിന്റെ അടുത്തേക്ക് പോട്ടോ. ഓ, അവരെത്തിയിട്ടുണ്ട്. അച്ചുവൊക്കെ അവർ ലേറ്റായി. കുഞ്ഞിനെ ഉദ്ദേശിച്ച പോലെ അച്ഛൻ വേഗം തന്നെ ഡ്രൈവ് ചെയ്തു എത്തി. അവരെ കുഞ്ഞാ, നമ്മളവരെ വെട്ടിച്ചില്ലേ കുഞ്ഞാ? ആ അതെ, വീഴണ്ട കേട്ടോ, ഡ്രസ്സ് നനയ്ക്കല്ലേ. ഞങ്ങളിവിടെ എല്ലാവരും ഈ വെള്ളത്തിൽ കളിക്കുകയാണ്. അതറിയാലോ, ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് ഇവിടെ കുറച്ചൊരു ഒഴുകി വരുന്ന ഒരു വെള്ളം. ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയില്ല നമ്മൾ, ഞങ്ങളിങ്ങനെ പോവാണ്. ഞാനും നന്ദും കൂടെ കുറച്ച് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കുക. അവിടെ ഇച്ചിരി ആഴം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് ദൂരം നമ്മൾ പോവാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ. ഓ, അവരൊക്കെ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല, അപ്പം നമുക്ക് റീൽസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ പാട്ട് കേട്ടാം. ഇത് ഇവിടെ ഇത്ര ആഴമുണ്ട് കേട്ടോ. ഇങ്ങനെ കാലുകൊണ്ട് ഞാൻ പഠിപ്പിച്ചോളാം. അവിടെ പോയിരുന്നാൽ നനയാതിരിക്കാൻ വേണ്ട. ഈ കല്ല് ആ കല്ല് ഇവിടെ തന്നെ ആന ഇറങ്ങുന്നുണ്ട്. എന്തോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. വൈകിയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റീൽസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾ കോപ്രൈൻസ് ഓഫീസ്. എന്തുവാ ഈ കാടിനകത്തോട് വരുമ്പോ ഈ മൃഗങ്ങളെയോ എന്തോ ആയിരിക്കോ മാറയോ അങ്ങനെ ഫോട്ടോ ഷൂട്ടിംഗ് എല്ലാം വളരെ നന്നായിട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇതാ നടുക്കാണ് ഞാൻ ഈ ഇരിക്കുന്നത്. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് സന്ധ്യ ആവാറായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ശരി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി. ബൈ ദ ടൈം കുറേ വേറെ ആൾക്കാരും വന്നായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇവർ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക,
പിന്നെ കുഞ്ഞു നെല്ലിക്കയൊക്കെ ഇല്ലേ, ആ പുളി അതെല്ലാം ഇവർ ഒരു വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളതെല്ലാം വാങ്ങി. പക്ഷേ ഇവിടെ വേറൊരു കാര്യമില്ല, ഞാൻ പറഞ്ഞില്ല റേഞ്ച് എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഫോൺ പേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനായ ഈ ചേട്ടൻ പറഞ്ഞു അവർക്ക് എനിക്ക് തോന്നുന്നു മുന്നേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോ, നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് എത്തുമ്പം എനിക്ക് അയച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പറൊക്കെ തന്നു. ഈ വന്ന കാലത്തും ഇങ്ങനെ നല്ല മനുഷ്യരുണ്ടാവില്ലേ. സാധാരണ ആൾക്കാർ ഇങ്ങനെയൊന്നും കൊടുക്കാത്തതാണ്. പക്ഷേ ഇദ്ദേഹം വളരെ നന്നായിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ആനയൊക്കെ ഇറങ്ങി ഒരു പയ്യനെ ഇതുപോലെ ഓടിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആന അവരുടെ അടുത്ത് അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ മനുഷ്യരല്ലേ ഇതിനെല്ലാം കാരണം. അപ്പം മനുഷ്യൻ അങ്ങോട്ട് കയറി മാന്താൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൃഗങ്ങൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ തിരിച്ച് അത് ഇതാക്കും. അങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചൊക്കെ തന്നായിരുന്നു. അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലവും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ ഫോൺ പേ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് നമ്മൾ പോയിട്ടും കാര്യമില്ല, ഈ സമയമാകുമ്പോഴത്തേക്ക് അവർ 5 ആകുമ്പോഴത്തേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ ക്യാഷ് കൊണ്ട് പോയാലേ നടക്കത്തുള്ളൂ. 250 റുപ്പീസാണ് കാറിൽ പോയാൽ. ബൈക്കിൽ പോവുകയാണെങ്കിൽ 90, അതായത് ഒരാൾക്ക് 40 റുപ്പീസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ അകത്ത് കയറിയാൽ 5 മണിയാകുമ്പോൾ അവർ പറയും കമോൺ ടൈം ആയെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ആ ഗേറ്റ് വരെ ഒന്ന് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചിമ്നി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നല്ല രസമാണ് കാണാൻ. ഇടവഴിയിലൊക്കെ ഒരു ചെറിയ പെട്ടിക്കട പോലൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സെയിം 2 സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. അങ്ങനെ ആ നല്ല ബ്രീസും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അവിടെ ഉള്ളത്. ഒരു ചൂടും ഒന്നും യു വിൽ നോട്ട് ഫീൽ. ആ ഒരു നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു സ്ഥലത്തേക്കാണ്. ഈ ഒരു ഒറ്റ റോഡ് നമ്മൾ ആ കണ്ട അരുവിയില്ലേ, അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നിടത്താണ് ഈ ഒരു സംഭവം. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ആ ഫ്രണ്ട് വ്യൂ മാത്രമേ നമ്മളിപ്പം അവിടെ പോയി കാണുന്നുള്ളൂ. അപ്പം മീൻ വൈൽ ഞങ്ങളൊരു വേറൊരു കാഴ്ച കണ്ടു. സൂപ്പർ, കണ്ടോ? യു ക്യാൻ സീ പീകോക്ക് 2 എണ്ണം 3 എണ്ണം ഉണ്ട്. അവിടെ ഒരെണ്ണം, പിന്നെ എവിടെയാ? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? വാ, ഇവിടെ ഉണ്ട്. വാ, അത് തുറന്ന് അതിന്റെ ഫെദർ നോക്കടാ. അച്ഛൻ ഇച്ചിരി അങ്ങോട്ട് കൊണ്ടു. വാ, നോക്ക്, ഫെദർ നോക്ക്, വിടർത്തി നിർത്തണേ. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോ. അതെ, ആ സൂപ്പർ ആയിട്ടുണ്ട്. അതിന്റെ തിരിയ ഇങ്ങോട്ട് തിരിഞ്ഞേ. കമോൺ. അത് കുഞ്ഞതാണ്, പക്ഷെ അതിങ്ങനെ വിടർന്നു. മറ്റേതൊക്കെ ഇങ്ങനെ, ഇത് മാത്രം വിടർത്തി നിന്നിട്ടുണ്ട്. മറ്റേതൊക്കെ നടന്നു പോയി. ഇവിടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ എല്ലാം മയിലാണ്. മൊയിലല്ല, ഞാൻ പറയാം മയിൽ തന്നെയെന്ന് പറഞ്ഞത്. അങ്ങനെ പീക്കോക്കിനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്രയായി. അത് സെയിം ഇങ്ങോട്ട് പോകുമ്പോൾ ഓടിച്ചിരുന്നത് നമ്മുടെ അച്ചുവാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതും വന്നിട്ട് ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് ഈ ചിമ്നി ഡാം എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഐ വാസ് തിങ്കിങ്, അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് രസമായിരിക്കും അല്ലേ ആ ചിമ്നി ഡാം. നെക്സ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ടു മേക്ക് ഇറ്റ്. ഇച്ചിരി നേരത്തെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് പോയിട്ട് ആ ഡാമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തായാലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതാ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ബസ് റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സർക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ പോകുന്നിടത്താണ് ഈ ഡാം വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഗേറ്റ് വരെ പോയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. പക്ഷേ ഇവിടുന്ന് നമുക്ക് പലഹാരമൊക്കെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പലഹാരം കഴിക്കണമെങ്കിൽ അവിടെ റേഞ്ച് വേണമല്ലോ. നമുക്കിപ്പം ആ ചേട്ടനെ കണ്ടതുപോലെ ആ ചേട്ടൻ നമ്മളോട് നല്ല മനസ്സ് കാണിച്ചു. ശരി, കുഴപ്പമില്ല, പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന പോലെ എല്ലാ കടക്കാരും അതുപോലെ ചെയ്യണമെന്നില്ല.
അപ്പോൾ ഈ കടയുടെ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ഒരു ദൂരമേ ഉള്ളൂ നമ്മുടെ ചിമ്നി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇവിടെ കയറാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കയറുന്നില്ല. ഇപ്പോൾ ഇവിടെയുള്ള വാച്ച്മാനും വിചാരിക്കും ഇപ്പം എന്താടാ ഇവർ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ അല്ലേ, സംടൈംസ് അങ്ങനെയാണ്. നമ്മളൊന്ന് വിചാരിക്കും, പക്ഷെ അതല്ലായിരിക്കും നടക്കുന്നത്. ബട്ട് നെവർ മൈൻഡ്, അതാലോചിച്ച് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. ലെറ്റ്സ് ഗോ ബാക്ക്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് അതേ റൂട്ട് വഴി നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പണി തീരാത്ത ഒരു കെട്ടിടമൊക്കെ ഉണ്ട്. ഐ തിങ്ക് സോ ഒരു ഓഫീസ് പോലെ എന്തോ പണിയുവാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഓൾമോസ്റ്റ് ഇപ്പോൾ അതാ വൈകുന്നേരമായി, സൺസെറ്റ് സമയം. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഒരു ഭാഗത്താണ് കുറച്ച് ആൾക്കാർ താമസിക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്ന കുറച്ച് വീടുകളും കടകളും. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ പശുവൊക്കെ അവിടെ നിന്ന് ആ ദൂരേന്ന് നടന്നു വന്നത് ഐ തിങ്ക് സോ ഈ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും ആ പശുവൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ അരുവിയാ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. ഇവരെല്ലാവരും ഇറങ്ങി. ഇവിടെ നമുക്ക് കുറച്ച് നല്ല പിക്സ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വന സംരക്ഷണം, ജീവൻ സംരക്ഷണം. വന സംരക്ഷണം വെച്ചാൽ ജീവന സംരക്ഷണം എന്നാണ് പറയുന്നത്. ഇവിടൊക്കെ ഒരു ശബ്ദം വരുന്നത് എന്താ? ഇവിടെ ഒരുക്കുണ്ടടി. സി വാവ്, കണ്ടോ? അത് ഇലക്ട്രിക് കമ്പി കേട്ടോ. സൂപ്പർ. ഒരു ഇത് വരുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ അല്ലേ? നൈസ്. വാവ്, സോ നൈസ്. ഈ വളത്തിന് വാവ്, സോ നൈസ്. അങ്ങനെ അവിടുത്തെ അരുവിയും കാര്യങ്ങളും ഒക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് വിശന്ന് തുടങ്ങി. പക്ഷേ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ക്ഷമിച്ചിരുന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ടൗൺ എത്തുന്നവരെ വി ഹാവ് ടു വെയിറ്റ്. അങ്ങനെ അവിടെ നമ്മളൊരു ഇവരാദ്യമേ അപ്പുവൊക്കെ നേരത്തെ പോയി. എന്നിട്ട് അവർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വരാൻ. അങ്ങനെ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഫുൾ ഇങ്ങനത്തെ പ്രതിമകൾ. അത് താഴെ അവർ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരിത് ഉണ്ടാക്കിയിട്ട് മോൾഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും. ഓൾ കൃഷ്ണൻ്റെ പല വെറൈറ്റീസ് ഓഫ് വിഗ്രഹങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടത്. ഗണപതിയുണ്ട്, കൃഷ്ണനും രാധയും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി, ഒരു അട്രാക്ഷൻ. മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പക്ഷേ ഈ വിശപ്പ് എന്നെ അനുവദിച്ചില്ല അവിടെ നിർത്താൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ശരി നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇത് മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു കടയുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഒരു ചായക്കട. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്ത് നല്ലൊരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി നല്ല രസമാണ്. ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു 2 വിങ്സ് കാണുമ്പം ഇറ്റ് ഈസ് എ വെരി ഗുഡ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ 2 സെക്ഷനായിട്ട് നമ്മളവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ കട്ടൻ ചായ ഓർഡർ ചെയ്തു, വിത്തൗട്ടാണ്. പിന്നെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ഉണ്ണിയപ്പം പോലെ ഇരിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്വീറ്റ് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം. പിന്നെ നമ്മുടെ ഇലയപ്പം ഉണ്ടായിരുന്നു, പരിപ്പ് വട, കുഴക്കട്ട, പിന്നെ ഉള്ളി ബജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ വാസ് സോ ടേസ്റ്റി കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത് അത്രയ്ക്ക് ഒരു ടേസ്റ്റായിരുന്നു. മൈ ബി നമ്മൾ ആ വിശന്ന് വന്നുകൊണ്ടായിരിക്കും, ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് കഴിക്കുന്നതുകൊണ്ട്. ചായ വന്നിട്ടുണ്ട്, പാൽ ചായ. അവന്മാർ കൊത്തു പൊറോട്ടയാണ്, ബീഫ് കൊത്തു പൊറോട്ട. നമുക്ക് അതൊക്കെ നോക്കാം എങ്ങനെയാണ്. ദിസ് ഈസ് ഓൾ കൊത്തു പൊറോട്ട. സെറ്റ് ദോശ വന്നിട്ടുണ്ട്. What are you telling? This is my place. That is your
Don't play. So the video is prohibited. Don't put it the video. I will take the video. ഇവൻ സമ്മതിക്കുന്നില്ല വീഡിയോ. പൊറോട്ട വന്നിട്ടുണ്ട്. ഇതെന്ത് ചിക്കൻ കബാബ, ചിക്കൻ 65 ആണ്. ഇവിടെ ദോശയ്ക്ക് ഇടിയാണ്. ഞങ്ങളെല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് ആണ് കഴിക്കുന്നത്. സോ ഇതാണ് സെറ്റ് ദോശ. സൂപ്പർ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരെണ്ണം കൂടെ അങ്ങ് ഓർഡർ ചെയ്തു. എന്നാ എല്ലാവരും ഓരോ എണ്ണം വീതം കൂടെ ഓർഡർ ചെയ്ത്. സോ നൈസ്, നല്ല ടേസ്റ്റാണ്. ഇത് വിത്തൗട്ടാണ്. സോ ഇപ്പം ഞാൻ പഞ്ചസാര ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മുന്നേ ഒക്കെ പഞ്ചസാര ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലായിരുന്നു. പക്ഷേ പഞ്ചസാര ഇല്ലാതെ കുടിച്ച് നോക്കിയപ്പോഴേ ഇതിൻ്റെ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഇസ് സെക്കൻഡ് ടൈം. ഒരു ഡബിൾ ഓംലേറ്റ് പറഞ്ഞു. അപ്പം അതും വന്നിട്ടുണ്ട്. വേണം. അപ്പം ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. തുടങ്ങിക്കോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അടിപൊളി. നമ്മൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല എന്താ പറയുക, വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പം ഇവിടുത്തെ ചമ്മന്തി ആയാലും സാമ്പാറായാലും എല്ലാം ഒരു ഹോംലി ഫീലാണ്. ഹോംലി ഫീൽ അടി, കോന്തി ഫീൽ എന്നല്ല പറഞ്ഞേ, ഹോംലി ഫീൽ. ഈ കടയുടെ പേരെന്നായിരുന്നു? ചുക്ക് കാപ്പി. എന്തോ ഒരു തട്ടുകട, ചുക്ക് കാപ്പി കട. അതാ ഞാൻ അവിടെ കണ്ടത്. ചുമ്മാ ചേട്ടനൊരു പേരിട്ട് തൃശ്ശൂർ കടീസാണ്. ഗഡീസ്. ഓക്കെ. ഇവർ എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആ ടേബിളിലെ പൈസ അവർ കൊടുക്കാൻ. പക്ഷെ എല്ലാം അന്താളിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർ. നന്ദു കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്നോ, അതൊക്കെ കഴുകി വെച്ചിട്ട് വന്നാൽ മതി. അവൻ കൈ കഴുകി അങ്ങനെ സ്കൂട്ടാവും. ഇല്ലില്ല, എടുത്തും തോന്നുന്നു, അറിയത്തില്ല. ഇവളൊന്നെങ്കിൽ ഇവിടെ പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു. ഇവൻ വളരെ സ്ലോ ആണ്. മതിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൊള്ളത്തില്ലേ, മൊത്തം തിന്ന് തീരാറായപ്പോഴേ അവൾ കൊള്ളത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ വീണ്ടും ഞങ്ങളുടെ മനസ്സിലേക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങാണ്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കൃഷ്ണനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫുള്ള് നോക്കി എൻ്റെ മനസ്സിലേക്ക് പിടിച്ച ഒരു കൃഷ്ണനെയാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അമ്മു പറഞ്ഞു അവൾക്കും വേണമെന്ന്. എന്തായാലും പുതിയ വീടൊക്കെ വെച്ചിരിക്കുക, അപ്പോൾ അവൾക്കും പൂജാമുറിയിലേക്ക് ഒരു കൃഷ്ണനെ വേണം. അപ്പോൾ അവളും അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ കൃഷ്ണനെയാണ്. അവളൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള ഒരു കൃഷ്ണനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൃഷ്ണന്മാരെ എടുത്ത് വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ പൂജാമുറിയുടെ ജസ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കൃഷ്ണനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു തുണിയൊക്കെ വിരിച്ച് സൈഡ് കോണ് ചേർന്നാണ് ഞാനത് സെറ്റ് ചെയ്തത്. എന്ത് ഭംഗിയല്ലേ ഈ കൃഷ്ണനെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇതുപോലെ ഈ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺഡ്.